ഹലോ എവ്രിവൺ. എല്ലാവർക്കും സൂപ്പർ ട്യൂട്ടറിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫാർ നമ്മൾ ഒരുപാട് ടീച്ചിങ് റിലേറ്റഡ് കണ്ടന്റ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആൻഡ് നിങ്ങളൊരു ടീച്ചിങ് ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് ആഹ് വലിയ കാര്യമായിട്ട് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു വീഡിയോ ഒക്കെ ഹെൽപ്ഫുൾ ആകും. അതുപോലെ തന്നെ നിങ്ങൾ ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനും അവരുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമ്മളുടെ ഈ ഒരു ടീച്ചിങ് പ്രോസസ്സ്, അവരുടെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഓരോ ടെക്നിക്കൽ ടൂൾസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക കേട്ടോ. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ടൂളാണ്. ആസ് യു ക്യാൻ സി, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ക്വിസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് ടൂൾ ആണ്. സോ ദാറ്റ്, അതായത് ഇപ്പം നമ്മളെ സ്റ്റുഡൻസിനെ നമുക്ക് അസസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇന്നത്തെ കാലത്ത്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൺലൈൻ ടീച്ചിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അവരെ അസസ് ചെയ്യാനും അവരിൽ നിന്നും ഫീഡ്ബാക്കും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായോ എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് വെറും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനൊരു ആൻസർ അവർ പറയാന്നുള്ള ഒരു മെത്തേഡ് മാത്രമേ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ പലരും. ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടൂൾസുകളൊന്നും ഇന്റഗ്രേറ്റ് ചെയ്യാത്ത ടീച്ചേഴ്സ്. പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള അസസ്മെന്റ് ടൂൾസുകൾ, ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ എങ്ങനെ എൻഗേജിങ് ആക്കാം, അതുപോലെ തന്നെ അവരുടെ അസസ്മെന്റിന്, അതായത് അവർക്ക് ഒരു നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കണ്ടന്റ്സ് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാനും, അതുപോലെ തന്നെ നമുക്കൊരു എൻട്രി ആക്ടിവിറ്റി കൊടുക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂൾ വഴി നമുക്ക് കിട്ടും. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഞാനിത് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ക്വിസസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ക്വിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളിന് പുതുതായിട്ട് ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് അവർ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ബട്ട് അത് ഫോർമലി ക്വിസസ് തന്നെയാണ് കേട്ടോ. ഓക്കെ. സോ നമുക്ക് ക്വിസസ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ക്വിസസ് എന്നോ ബാക്ക്ഗ്രൗണ്ട് എന്നോ എന്തെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് background.com എന്നുള്ള പേരിൽ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഇത് ക്വിസസ് എന്നുള്ള ഇങ്ങനെ ഈ ഒരു ഐക്കണിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരൊന്നത് മാറ്റി എന്നുള്ളതാണ്. ഓക്കെ. സോ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ അവരുടെ ലോഗിൻ ക്രെഡൻഷ്യലിലോട്ടേക്ക് അവരുടെ ആ ഒരു പ്രൊഫൈലിലോട്ടേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് എ ട്യൂട്ടർ എന്നുള്ള രീതിയിൽ, ടീച്ചർ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തിട്ട് അതിന്റെ സൈനിങ് പ്രോസസ് എല്ലാം സൈനപ്പ് ചെയ്തെടുക്കാം. സൈനപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ എന്തുണ്ടായിരിക്കും, ഗുഡ് ആഫ്റ്റർനൂൺ ഷബീബ, അല്ലെങ്കിൽ നമ്മളൊന്ന് വിഷ് ചെയ്തിട്ട് നമ്മളുടെ ഒരു പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പം ഈ ഒരു പ്രൊഫൈലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ ഒരു ടൂൾ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫോർ അസസ്മെന്റ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് അസസ്മെന്റ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ ഒരു ക്രിയേറ്റ് എന്നുള്ള ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൽ തന്നെ കാണാൻ പറ്റും. അസസ്മെന്റ്, ക്യൂസസ്, ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തത് പ്രസന്റേഷൻ, നമുക്ക് ഇതുവരെ ഒരു PPT പ്രസന്റേഷൻ വളരെ ഈസിലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തത് വീഡിയോ ക്യൂസ്, അതായത് ഒരു വീഡിയോ പ്ലേ ചെയ്യുവാണ് നമ്മളിപ്പോ ഒരു കണ്ടന്റിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഖാൻ അക്കാദമിയോ ഏതെങ്കിലും ഒരു പ്രൊഫൈലിന് നമുക്കൊരു വീഡിയോ കിട്ടി. ആ വീഡിയോ നമുക്ക് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ അവർക്ക് മനസ്സിലായോ, അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനും കാണുന്ന കാര്യങ്ങള് വിഷ്വലി അവർക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ കുറച്ച് ക്വിസസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു വീഡിയോ പോകുന്നതിന്റെ ഇതിൽ തന്നെ സൈമൾട്ടേനിയസ്ലി നമുക്ക് ആ ക്വിസും കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാസേജ്, ഇപ്പം നമുക്കിപ്പം കൂടുതലും ഗ്രാമർ, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും അവർക്ക് പാസേജ് ഒക്കെ ചോദിക്കാൻ ഉണ്ടാവും അല്ലെ. അപ്പൊ പാസേജ് വായിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ
പൊതുവേ നമ്മളെ സ്റ്റേറ്റ് സിലബസിലുള്ള ഇംഗ്ലീഷിലൊക്കെ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതേപോലെ പാസേജ് റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക എന്നുള്ളൊരു ആ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് കാര്യമുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് നിങ്ങൾക്ക് അറിയാലോ. ഫ്ലാഷ് കാർഡ്സ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഒരു ഫ്ലാഷ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും ആണ് ഇതിലുണ്ടായിരിക്കുക. എൻ്റയർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ടൂളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സിൽ ചെയ്യാം എന്നുള്ളതാണ്. ഫ്രം ദ സ്ക്രാച്ച് മുതൽ നമുക്ക് വേണ്ട നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് മുതൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്തെടുക്കാം. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ പ്രയർലി നമ്മളെ പോലെയുള്ള ടീച്ചേഴ്സ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് നമുക്ക് യൂസ് ചെയ്യാം. സെർച്ച് പോയി കഴിഞ്ഞാൽ അത് സിമിലാരിറ്റി ഉള്ള കുറെ വീഡിയോസും അല്ലെങ്കിൽ ക്വിസസ് എല്ലാം നമുക്ക് കിട്ടും. ഒരുപാട് ക്വിസസ് ഇതിൽ അവൈലബിൾ ആണ്. ആ ക്വിസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ക്വിസസ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ആ രീതിയിൽ നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഒബ്വിയസ്ലി ഞാനിവിടെ ഒരു അപ്ഗ്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഫ്രീ വേർഷൻ ആണ്. കറന്റ്ലി നമ്മളുള്ളത് ബേസിക് വേർഷൻ ആണുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലാഷ് കാർഡ്സ് ആണെന്നുണ്ടെങ്കിലും പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിലും ക്വിസസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ 20 ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം. ത്രൂ ഔട്ട് ലാസ്റ്റിലോട്ടേക്ക് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ 20+ 20ലും കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഞാനൊരു ചെറിയൊരു ഒരു റെമഡി പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് നമുക്ക് എന്താണ് AI ക്രെഡിറ്റ്സ് 10 കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് പാസേജ്, പോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വിസസ് അല്ലെങ്കിൽ അസസ്മെന്റ് ഇത് അവൈലബിൾ ആണ്. അപ്പം അതിൽ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്സിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രീമിയം വെർഷൻസ് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ഞാനിപ്പോ കാണിക്കുന്നത് ഫ്രീ വെർഷൻ തന്നെയാണ്. അപ്പൊ ആ ഫ്രീ വെർഷനിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഇത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻഡിവിജ്വൽ എന്നുള്ള ഇതിൽ പോയാൽ മതി കേട്ടോ. അപ്പൊ ഇതിൽ പെർ മന്ത് 690 എന്നുള്ള രീതിയിൽ ചെറിയ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഇവർ പറയുന്നുണ്ട്. ഇവിടെ തന്നെ ആ ഇത് കിട്ടും. അതെല്ലാം നമുക്ക് ഇപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, നമ്മളൊരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തതെങ്കിൽ ആ എൻ്റയർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ അതിന് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടില്ല. കോൺടാക്ട് സെയിൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അവരെ സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ. പക്ഷെ അവിടെ നമുക്ക് ഒരുപാട് ഗൂഗിൾ ക്ലാസ് റൂം പോലെയുള്ള വേറെ ക്ലാസ് റൂമുകളിലേക്ക് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനുള്ള വേറെ കുറെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം വേർഷൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഗോ ത്രൂ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് ഞാനൊരു ഹിന്റ് തന്നു എന്ന് മാത്രം. ഓക്കെ. സോ ഫസ്റ്റ് ഹോമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതിൽ നമുക്ക് ഇപ്പൊ ക്രിയേറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെന്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹോമിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഏത് സബ്ജക്ട് നമുക്ക് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് ചൂസ് ചെയ്ത് അതിന്റെ ഗ്രേഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രേഡ് ഞാൻ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടോ, മാത്സിന്റെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ കാംബ്രിഡ്ജിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ജിയോജിബ്ര അങ്ങനെ ഒരുപാട് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ടോപ്പിക്സ്, ഈ 10ാം ക്ലാസ്സിലെ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇവിടെ ജിയോമെട്രിയിൽ കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് സിയോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കിട്ടും. അങ്ങനെ ഓരോ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ മെയിൻ സബ്ജക്റ്റ് മെയിൻ ടോപ്പിക്കിന്റെ അണ്ടറിലുള്ള ഓരോ കളക്ഷൻസ് നമുക്ക് ടോപ്പിക് വൈസ് ഇവിടെ കാണാൻ പറ്റും. ഇത് ക്വിസസിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്ന സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് ഇത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്താണ്, നമുക്ക് മാത്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഏത് സബ്ജക്ട് ആണെന്നുണ്ടെങ്കിലും കാറ്റഗറി ഉണ്ടായിരിക്കും. അതിൽ ഏത് കാറ്റഗറി ആണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫിക്കലി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് കേട്ടോ ഇത്. ഓഫ്ലൈൻ ആൻഡ് ബോത്ത് ഏത് കാറ്റഗറി ഓഫ് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂൾ ആണ്. മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ടൂൾ ആണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്വിസസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇപ്പൊ ഞാനിപ്പം
ഇവിടുന്ന് ഞാനിപ്പം ഒരു ഫൗണ്ടേഷൻ ഓഫ് ജിയോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് എനിക്ക് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് എനിക്ക് ക്വിസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വിചാരിക്കുക. അപ്പം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ തന്നെ ഓരോ സ്കില്ലുകൾ അല്ലെ, അതിൽ എന്താ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലൈൻ സെഗ്മെന്റ്, ഒരു മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം ഓരോ ടോപ്പിക്കിൽ നിന്നും ട്രയാങ്കിൾ, അങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഡിഫറെന്റ് കൈൻഡ് ഓഫ് എന്താണ് ഇത് ഇവിടെ കിട്ടുന്നുണ്ട്. സർക്കിള്, അങ്ങനെ ഒരുപാട് 2D 3D എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വാസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരുപാട് ഇതിന്റെ ലൈബ്രറിയിൽ കണ്ടന്റ്സ് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാന് ഏതെങ്കിലും ഒരു പൈതഗോറിയൻ തിയറം ഇത് പറഞ്ഞാല് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ പൈതഗോറിയൻ തിയറം എന്നുള്ള രീതിയിൽ എനിക്കൊരു ക്വിസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ആ ഒരു തിയറം ആണ് പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എനിക്കൊരു ക്വിസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടന്റ് ഇതാക്കാം. ഇതിൽ തന്നെ നമുക്ക് അസസ്മെന്റിൽ നോക്കിയാൽ ഏകദേശം ഇത്രത്തോളം അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരുപാടെണ്ണം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇതിൽ പ്രീമിയം യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലാത്തതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ ഒരുപാട് ലെസൺസ് പൈതഗോറസിന്റെ ഈ ഒരു തിയറത്തിൽ ഒബ്വിയസ്ലി ലെസൺസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ലെസൺസ് കണ്ടോ, ലെസൺസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് ഒരുപാട് ലെസൺസ് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റ് അത് എങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആ ലെസണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ മൈൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഓപ്പൺ മൈൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് രണ്ടാമത്തേത് അടുത്തതിൽ ലെസണിൽ വരുന്നത് എന്താണ്, ഈ ഒരു പൈതഗോറിയൻ തിയറത്തിന്റെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. ഈ തിയറം ആണ്, എക്സാക്ട്ലി ഈ ഒരു തിയറം ആണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇവര് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ളത് എന്ന് പറയുന്നത് അവരുടെ ലെസൺസ് ആണ്. ആൻഡ് അതിന്റെ ഇടയിൽ നമ്മൾ എന്താണ് പോള്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ഇതിൽ പുട്ട് ചെയ്തതാണ്. ഇത് ഓൾറെഡി ഇതിലെ ലൈബ്രറിയിലുള്ള കണ്ടന്റ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ മോഡലിൽ കാണിച്ചു തരാം, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് പോയിട്ട് നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി വർക്ക്ഷീറ്റ് ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒക്കെ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോ തൽക്കാലം ഇതിൽ നിന്നൊന്നും എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യണം, അഡീഷണലി ഒരു സ്ലൈഡ് ആഡ് ചെയ്യണം, അഡീഷണലി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുകൊണ്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു വേറൊരു എഡിറ്റ് പ്രൊഫൈലിലോട്ടേക്ക് പോകും, അവിടുന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ 3 കാണാൻ പറ്റുന്നുണ്ട്. അതിൽ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ഒരു എന്താണ് കാര്യം കിട്ടുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രിവ്യൂ ഉണ്ടായിരിക്കാൻ. നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം. വെൽക്കം എന്നുള്ള രീതിയിൽ വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് എന്താണ് ഇത് ഗെയിമിഫിക്കേഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല തീമോട് കൂടി അവരുടെ സ്റ്റുഡൻസിന് ഇപ്പം ആ രീതിയിലാണല്ലോ എന്താ ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ രീതിയിലാണല്ലോ അവരിപ്പോ ഒരു ലൈഫ് സ്റ്റൈൽ പോകുന്നത്. അപ്പൊ അതേ രീതിയിൽ അവർ അസസ് ചെയ്യാനും പറ്റുന്ന ഒരു ടൂളാണ്. സോ ഞാനിവിടെ ഇതിന്റെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന മ്യൂസിക് ഞാൻ ജസ്റ്റ് അങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ്, സോ ദാറ്റ് ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഓഫ് ചെയ്യാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ എന്താണോ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് അത് ചോദിക്കാം. സ്റ്റുഡന്റ് ഇത് ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്റ്റുഡന്റിന് ഇവിടെ അവരുടെ റെസ്പോൺസ് റൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അടുത്ത ഒരു കാര്യം, നെക്സ്റ്റ് നമ്മളുടെ ഇതെന്ന് പറയുന്നത് പൈതഗോറസ് തിയറത്തിന്റെ എക്സാക്ട് കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ്. ആ കണ്ടന്റ് ഒക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് റൈറ്റിംഗ് ബോർഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കാം. പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ ഇൻ ബിറ്റ്വീൻ കണ്ടോ ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചത് കണ്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ അതാണ്.
ഓരോ ഓരോ ആ ഒരു പെർട്ടിക്കുലർ തിയറം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് അവരെ അസസ് ചെയ്യുകയും കൂടെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു വേ ആണ് ടീച്ച് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ റോബോട്ടിക് വേയിലോ അല്ലെങ്കിൽ ഒരു വൺ മാൻ ഷോ നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ തിയറി പഠിപ്പിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ, സെമിനാർ പോലെ. അപ്പൊ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ ബെസ്റ്റ് മെത്തേഡ് ആണ് ഇങ്ങനെ പറയുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും, കാണാനും അവർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഞാനിപ്പം സ്പീഡിലൊന്ന് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ആൻഡ് ഇത് അതിന്റെ അനദർ സബ്ജക്ട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. സോ ഇവിടെ ബേസിക്കലി ചെയ്തിട്ടുള്ളത് എന്താണ്, അവരുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടല്ലോ, ആ പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ ഇൻ ബിറ്റ്വീൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് ഫിൽ ഇൻ ദ ബ്ലാങ്കോ അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ ആവട്ടെ, അത് ഇതിലോട്ടേക്ക് പുട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ലെസൺ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതാണ് ടെക്നിക്കലി ഒരു ലെസൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്താണ്, നമുക്ക് എൻറ്റയർലി ഒരു ലെസൺ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്, എക്സിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഇതാണ് നമ്മളെ ലെസൺ. ഇവിടെ നമുക്ക് അസൈൻ ചെയ്യാം, സ്റ്റാർട്ട് നൗ കൊടുക്കാം. അപ്പൊ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ ഇനി സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസിന് നമുക്ക് ഇത് രണ്ട് വേയിൽ ചെയ്യാം. സ്റ്റാർട്ട് നൗ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ലൈവ് ക്ലാസ് എടുക്കാൻ പോവാണ്. ലൈവില് ക്ലാസ് എടുത്തിട്ട് ആ സെയിം ലൈവ് തന്നെ നമുക്ക് ഈ ഒരു ലെസൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ക്വിസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് നൗ കൊടുത്തിട്ട് ആ ലൈവ് തന്നെ നമുക്ക് അത് പ്രസന്റ് ചെയ്യാം. അതിന് നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുത്താൽ മതി. അതല്ല, വൺസ് ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ലെസൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർക്ക് ഇത് ഒരു ഹോംവർക്ക് ആയിട്ടോ അല്ലെ പ്രൊജക്ട് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഇത് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് അസൈൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡിവിജ്വൽ ക്വിസസ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. എനിവേസ് നമുക്ക് ബാക്കോട്ട് പോവാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിന്റെ ഇതാണ് ലെസൺസ് കേട്ടോ. അപ്പൊ ഇതിന് ഒരുപാട് ലെസൺസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 11.3K എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഒരുപാട് ലെസൺസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സോഴ്സ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇന്ററാക്റ്റീവ് വീഡിയോസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഖാൻ അക്കാദമി അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ഇതുപോലെയുള്ള റിസോഴ്സുകളിൽ നിന്നും വീഡിയോസ് എടുത്തിട്ട് അതിപ്പം ഡേ ടു ഡേ ലൈഫ് ഇപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോറിംഗ് ദ പൈതഗോറിയൻ തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഓൾറെഡി ഉള്ള വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ക്വിസസും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഫർദർ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാം. അപ്പം ഇതാണ് ഈ ഒരു വീഡിയോ ക്വിസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫ്ലാഷ് കാർഡ്സ്, ഒബ്വിയസ്ലി ഫ്ലാഷ് കാർഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫ്ലാഷ് കാർഡ് ഞാൻ ജസ്റ്റ് ഈ രണ്ടാമത്തെ ഫ്ലാഷ് കാർഡിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ്. ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഫ്ലാഷ് കാർഡ് ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, യാ, സോ ഫ്ലാഷ് കാർഡിന്റെ ഒരു നേരത്തെ എഡിറ്റബിൾ ആയിട്ടുള്ള ഒരു തീമിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കേട്ടോ ഫ്ലാഷ് കാർഡിന്റെ ക്വസ്റ്റ്യൻസ്. ഫ്രണ്ടും ബാക്കും ആയിരിക്കും ഫ്ലാഷ് കാർഡിൽ ഉണ്ടായിരിക്കുക. വൺസ് ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലുള്ളത് എന്താണ് അത് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതാണ് ഫ്ലാഷ് കാർഡിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് 14 ഫ്ലാഷ് കാർഡ്സ് ആണ് ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ മാത്രമായിട്ട് ഇവർ ബിൽഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുന്നില്ല. എനിവേസ് എനിക്ക് ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഇൻ ബിറ്റ്വീൻ എനിക്ക് രണ്ടെണ്ണം മതി, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അത് വർക്ക്ഷീറ്റ് ആയിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ പ്രിവ്യൂ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ സെയിം കാര്യം എല്ലാത്തിനും എന്താണ് ബാധകമാണ് കേട്ടോ. അസൈനിങ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അവർക്ക് എന്ത് ചെയ്യാൻ ആ ഒരു സംഭവം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ജസ്റ്റ് പ്രിവ്യൂ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഫ്ലാഷ് കാർഡ് നമുക്ക് ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. ഒന്ന് ജസ്റ്റ് പ്രിവ്യൂ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. സോ സി, ഇതാണ് ഫസ്റ്റ് ഫ്ലാഷ് കാർഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് സ്പേസ് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലാഷ് കാർഡ് ഇതിന്റെ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ വരും. അപ്പം ഇതെന്ത് ചെയ്യാൻ, ഐ ആം ലേണിംഗ് അല്ലെങ്കിൽ ഐ നോ. അപ്പം ഈ ഫ്ലാഷ് കാർഡ് നമ്മൾ ഓൾറെഡി കാണിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പൈതഗോറിയൻ തിയറം എന്താന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റുഡന്റ് അതിനൊരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. അപ്പം അതെന്താണ് ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ പറഞ്ഞത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ നോ കൊടുക്കുക അല്ലെ.
ഐ നോ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ആം ലേണിംഗ്. അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ആം ലേണിംഗ് കൊടുക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഐ നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഐ നോ ഒരു പോയിന്റും ഐ ആം ലേണിംഗ് ഒരു പോയിന്റും. സോ ഈ ഒരു കാര്യം നമുക്ക് എവിടെ യൂസ് ചെയ്യാം? വൺസ് നമ്മൾ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ എന്താണോ പഠിപ്പിച്ചത് അതിനൊരു റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ചോദിക്കാം. സോ ദാറ്റ് നമ്മൾ ഇത്രയും പഠിച്ചതിൽ അവർക്ക് ഏതൊക്കെ മനസ്സിലായില്ല എന്നുള്ളത് ജസ്റ്റ് സ്പേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലാഷ് കാർഡ് അവർക്ക് തന്നെ കാണാൻ പറ്റും അതിന്റെ ആൻസേഴ്സും എന്നുള്ളതാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താണ് സ്റ്റുഡന്റ് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതും അവരെ അസസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ ഐനോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ എനിക്ക് ഐനോക്ക് എന്താണ് 2 പോയിന്റ്സ് കയറി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്തിട്ട് അവരെ അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ യെസ്, ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കുക, ഫ്ലാഷ് കാർഡിന്റെ പ്രിവ്യൂ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അഗെയിൻ ഞാൻ എന്താണ് ഫ്ലാഷ് കാർഡിൽ നിന്ന് ഞാൻ റിമൂവ് ആയി. പിന്നെ പാസേജ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്, ഐ മീൻ പാസേജിൽ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ അത്രയും ഒരുപാട് വെറൈറ്റി ഉണ്ട് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഇവിടെയുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മളുടെ ഇത് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിപ്പോ ഇതിലെ പൈതഗോറിയൻ തിയറം ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഇത് ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് അർത്ഥം. സോ അഗൈൻ ഞാൻ നമ്മളുടെ ഹോമിലേക്ക് പോവാണ്. ജസ്റ്റ് ഹോമിലേക്ക് അഗൈൻ പോവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതി ഇപ്പൊ ഞാൻ എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിലെ ഓരോന്നും എടുത്തിട്ട് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിലെ ലൈബ്രറിയിലുള്ള കണ്ടന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വിസസും കാര്യങ്ങളൊക്കെ തന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വൺസ് നമ്മളിപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ക്വിസ് എടുത്തെന്ന് വിചാരിച്ചോ, ഈ ഒരു ക്വിസ് എടുത്തെന്ന് വിചാരിച്ചോ, ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോ അതാ കണ്ടോ, 15 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. കണ്ടോ, 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിലുള്ളത്. ഈ 15 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പോ അത് കോപ്പി എഡിറ്റ് എന്നുള്ള ഒരു ഇതിലോട്ടേക്ക് പോവാണ്. സോ ദാറ്റ് എനിക്ക് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യുകയും നന്നാക്കിയൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ അതാ കണ്ടല്ലോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസും അതാ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ആക്യുറസിയും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി, അനദർ ക്വസ്റ്റ്യൻ ആഡ് ആയിക്കോളും. ഓക്കെ, അതല്ല എനിക്ക് ഇവിടുത്തെ പ്രയർലി എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് വേറെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതവിടെ കുറെ ക്വസ്റ്റ്യൻസ് വന്നോ, കണ്ടോ. അപ്പൊ ഇപ്പൊ സബ്ജക്ട് ഞാൻ മാറ്റിയിട്ട് മാത്തമാറ്റിക്സ് ഗ്രേഡ് ഇങ്ങനെയൊക്കെ ഫിൽട്ടർ ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ നോക്കുക. ഞാൻ ഇപ്പം ഏത് സ്റ്റാൻഡേർഡ് ആണോ, ലാംഗ്വേജ് ആണോ, റിസോഴ്സ് ആണോ, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ലൈബ്രറിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ ഈ ഒരു ഇതില് റിസർച്ച് റിസൾട്ട് എന്നുള്ളത് ഇതിന്റെ അതിൽ ഒരു എന്താണ് പബ്ലിക് ലൈബ്രറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈബ്രറിയിലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വിചാരിച്ചോ, ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അപ്പം ഇതിലിപ്പം എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്ത് ചെയ്യണം, എന്റെ ഒറിജിനൽ ക്വസ്റ്റ്യനിലോട്ടേക്ക് ആഡ് ചെയ്യണം. അതിൽ എല്ലാത്തിലും കണ്ടു ഒരു ആഡ് എന്നുള്ള ഒരു കാര്യം. ഈ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കേട്ടോ, ക്വസ്റ്റ്യൻ ആഡഡ് സക്സസ്ഫുള്ളി. ആൻഡ് ഞാനിപ്പം ഇതാ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നമുക്ക് ഡിഫറെന്റ് കണ്ടോ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതർ ക്വസ്റ്റ്യൻ ഫിഗേഴ്സിൽ നിന്നും നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻസിനെ ആഡ് ചെയ്യാം. സോ ഇവിടെ 17 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ ഇവിടുന്ന് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുക. ഈ തണ്ടറിന്റെ ഓപ്ഷൻ ഉള്ളത് നമുക്ക് കിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം നമുക്ക് കിട്ടും. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുക, അതിന് ആൻസർ ടൈപ്പ് ചെയ്യുക, അതിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഏതാണോ റൈറ്റ് ചോയ്സ് അതിനൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് സേവ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, സേവ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയാണ് പുതിയ ക്വസ്റ്റ്യൻ ആഡ് ആവേണ്ടത്.
അവിടെ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ അത് ആഡ് ആയിക്കോളും. ഓക്കെ. എന്നിട്ട് നമ്മൾ വൺസ് നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ആയി നമ്മളെ അസസ്മെന്റ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പബ്ലിഷ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പബ്ലിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താവും പബ്ലിഷ് ആവും. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റുഡന്റിന് സ്റ്റാർട്ട് നൗ കൊടുക്കാം അല്ലെങ്കിൽ അസൈനിങ് കൊടുക്കാം. കണ്ടോ, സ്റ്റാർട്ട് നൗ അസൈനിങ് അപ്പോഴാണ് വന്നിട്ടുള്ളത്. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഷോ ആൻസർ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതാക്കാം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പം സ്റ്റാർട്ട് നൗ കൊടുക്കുകയാണ്. വൺസ് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുക്കുകയാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചു സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണോ ടീച്ചേഴ്സിൻ്റെതാണോ എന്നുള്ളത്. നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇത് വൺസ് സ്റ്റുഡൻസിലോട്ടേക്ക് അസൈൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻസിന്റെ അനലൈസ് സ്റ്റുഡന്റ് നെയിം അങ്ങനെ ഒരുപാടെണ്ണം നിങ്ങൾക്ക് ഷഫിൾ ചെയ്യണമെങ്കിൽ ഷഫിൾ ചെയ്യാം, ലീഡർ ബോർഡ് കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം, അങ്ങനെയുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് നോക്കാം. മനസ്സിൽ നമ്മൾ ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു മീറ്റിംഗിന്റെ ഒരു ലിങ്കും അതുപോലെ തന്നെ ഒരു കോഡും വരും. പിന്നെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇതിൽ നിന്നും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ സ്റ്റുഡന്റിന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കയറിയിട്ട് ഈ നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു നമ്പർ നമ്മളെ ഫ്രണ്ടിൽ ഇതാണല്ലോ നമ്മളുടെ എന്ത് ഹോം എന്ന് പറയുന്നത്. ഈ ഹോമിൽ അത് എന്റർ കോഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ ഒരു ഓപ്ഷൻ കാണാം നമുക്ക്. ആ എന്റർ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റിന് ഒരു കോഡ് ചോദിക്കും. ആ കോഡ് ഏത് കോഡാണ്, നമ്മളിപ്പം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഡാണ്. അപ്പൊ ഈ കോഡ് സ്റ്റുഡന്റ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ക്ലാസ്സിലോട്ടേക്ക് എൻ്റർ ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റുഡന്റിന് നമ്മുടെ ഈ ക്യൂസിലോട്ടേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതല്ല ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യണ്ട, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. നമ്മൾ ഗൂഗിൾ മീറ്റിലോ സൂമിലോ ടീംസിലോ എവിടെയാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ചാറ്റിലോട്ടേക്ക് ഡയറക്റ്റ് ഇടുക. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ വേറൊരു ഇതിലോട്ടേക്ക് ഞാൻ ഇതിന്റെ ചാറ്റ് ഇടുന്നുണ്ട്. ജസ്റ്റ് ആ എന്താണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് മാത്രം വേറൊരു ജിമെയിൽ അക്കൗണ്ട് വഴി. സോ ദാറ്റ് എങ്ങനെയാണ് കാണുക, ഞാൻ ജസ്റ്റ് സൂപ്പ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സോ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. ഇവിടെ കണ്ടോ, ടീച്ചറിന് ഓരോ സ്റ്റുഡന്റും വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ. എന്നിട്ട് വൺസ് സ്റ്റുഡൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ഞാൻ ഇവിടെ ഓഫ് ചെയ്യാണ്. സോ കണ്ടോ സ്റ്റാർട്ട്. അപ്പം ഇതിലെ യെസ് ആണോ നോ ആണോ അതിനനുസരിച്ച് ചെയ്ത് ഇപ്പൊ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ കണ്ടോ, സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ സാധനം. സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ യെസ് നോ ഞാനിപ്പോ എന്താണെന്ന് നോക്കുന്നില്ല, അതിനനുസരിച്ചിട്ട് കറക്റ്റ് ആൻസർ ആണത്. അങ്ങനെ സ്റ്റുഡന്റിന് എന്ത് ചെയ്യാം, ലൈവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യൻസും കാണാനും അവർക്ക് ഇത് ലൈവ് ആയിട്ട് ചെയ്ത് നോക്കാനും കൂട്ടത്തിൽ ഇതിന് ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകും. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇതിനൊരു ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ആൻഡ് സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അഗെയിൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നു, അഗെയിൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അത് തെറ്റാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റുഡൻസും ലൈവ് ആയിട്ട് ഇത് ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. വൺസ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് ആയിട്ടും കൂടെ ഇത് കിട്ടുന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. സോ അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, വേഗ്രൗണ്ടിന്റെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അസസ്മെന്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. വൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ബാക്ക് ടു നമ്മളുടെ ഇതിലോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളെ ലൈബ്രറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ ഈ ഒരു എൻറ്റയർ ഈ ഒരു ക്വിസ് നമുക്ക് കണ്ടോ, ഈ ഒരു ക്വിസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ അത് അസൈൻ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അസൈൻ ചെയ്തതും കൂടെ കാണിച്ചു തരാം. വൺസ് നമ്മളിത് ഇപ്പൊ പ്ലേ ചെയ്തു, നമ്മൾ ലൈവില് പ്ലേ ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഇത് അസൈൻ ചെയ്യണം എന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അസൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അസൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ നമ്മളോട് ചോദിക്കും എത്ര മുതൽ എന്നുള്ളത് ചോദിക്കും. അത് നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ക്വസ്റ്റ്യൻസ് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് അസൈൻ ക്ലിക്ക് ചെയ്യാണ്. അഗെയിൻ അസൈൻ കൊടുക്കുവാണ്. അഗെയിൻ നമ്മളോട് ഇവിടെ എപ്പോ സ്റ്റാർട്ട് ചെയ്യണം എൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ലീഡർ ബോർഡ് വ്യൂ എന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കോഡ് വരും. ഈ കോഡ് നമ്മൾ ഒന്നെങ്കിൽ സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരോട് ഡയറക്റ്റ് കയറാൻ വേണ്ടി പറയാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റിന് ഇത് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ആയിക്കോളും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ അവർക്ക് ഇത് കണ്ടു തീർത്താൽ മതിയാവും. ഓക്കെ, സോ അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, അസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ അഗൈൻ ബാക്കിലോട്ട് പോവാണ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ക്വിസസ് ഉണ്ടാക്കുന്നത്. ഞാൻ വളരെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതില് ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രം ദ സ്ക്രാച്ച് മുതൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ലൈബ്രറിയിൽ വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വിസസും അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫ്രം ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം ദ സ്ക്രാച്ച് മുതൽ അസസ്മെന്റ്, അത് കണ്ടോ, അസസ്മെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വർക്ക്ഷീറ്റ്സോ ഗൂഗിൾ AI യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരിക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒത്തിരി ലെങ്തി ആയി പോയി. നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതിൽ നമുക്ക് എന്താണ്, ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ഏതാണ് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ടായിരിക്കും. സോ ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. see കണ്ടോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഗൂഗിൾ ഞാൻ ചാറ്റ് ജിപിടിന്ന് ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. see ഇതാണ് ഇപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഇതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. see കണ്ടോ, ഇത് ഞാൻ പേസ്റ്റ് ചെയ്തു. ആൻഡ് അഗെയിൻ ഞാൻ ഇതിന്റെ ഇതിന്റെ എന്താണ് ഓപ്ഷൻസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യനെ ഇവിടെ ചെയ്ത് കാണിക്കുള്ളൂ. കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആവും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആണത്. സോ മൂന്നാമത്തത് ആൻഡ് അഗെയിൻ നാലാമത്. ഇതിന്റെ കറക്റ്റ് ആൻസർ സി ആണ്. സോ നമുക്കിവിടെ സി എന്നുള്ളത് എന്ത് ചെയ്യാം, ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ തണ്ടറിന്റെ ഓപ്ഷൻ ഉള്ളത് നമുക്ക് പ്രീമിയം വേർഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വൺസ് നിങ്ങൾ ഓക്കെ ആയി, ഇതിന് എത്ര പോയിന്റാ കൊടുക്കേണ്ടതെന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് എത്ര സെക്കൻഡ്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെക്കൻഡ്സ് അല്ല ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യന് എത്ര മിനിറ്റ് ആണ് സ്റ്റുഡന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. സോ ഞാനിപ്പോ ഒരു 10 സെക്കൻഡ്സ് കൊടുത്ത് ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് കൊടുക്കാം. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, ഫ്രം ദ സ്ക്രാച്ച് മുതൽ ബിൽഡ് ആക്കി. ഇതിന്റെ ലൈബ്രറിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കാതെ നമ്മളെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് ക്വിസിൽ ചെയ്യാൻ പറ്റുക. ഇനി അനദർ ക്വസ്റ്റ്യൻ, അടുത്ത 10 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു സെറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ക്വസ്റ്റ്യൻ അനദർ ക്വസ്റ്റ്യൻ കൊടുക്കുക. അവിടെ നമുക്ക് ഇതേപോലെ ഉണ്ടായിരിക്കും. ഇതേപോലെ നമുക്ക് ഏതാണോ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് വൺസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് അസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഫൈനലി സ്റ്റാർട്ട് നൗ കൊടുക്കാനും ഉള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇത്ര സിമ്പിൾ ആണ് ഈ ഒരു ക്വിസ് എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് ഇനിയും ഈ ഒരു ക്വിസിന്റെ ഒരുപാട് കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത വീഡിയോയില് അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം ഒരു വീഡിയോ കുറെ ലെങ്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ മനസ്സിലായിക്കൊള്ളുന്നില്ല. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് എന്താണ് എങ്ങനെയാണ് ഇതിലൊരു പ്രസന്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വിസസ് ഉണ്ടാക്കാം, അതിന്റെ പല വെറൈറ്റി ആൻഡ് എന്താണ് ഇതിന്റെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പല ടൈപ്പ് ഓഫ് ക്വിസസ്, ഫിൽ ഇൻ ദ ബ്ലാങ്കോ അല്ല വീഡിയോ ക്വസ്റ്റ്യൻസോ, ഏത് ക്വിസ് ആണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടത് വെച്ചാൽ ആ ക്വിസ് എല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ്. ആൻഡ് വൺസ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ബട്ട് അത് ഈ സീരീസിന്റെ ലാസ്റ്റിലായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കുക. വൺസ് 20 ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ പിന്നെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. സോ ഈ സീരീസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. സോ ടിൽ നൗ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ക്വിസസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.